60ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് മലപ്പുറത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം സർവ്വസജ്ജമായിരിക്കുകയാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ, നിലവിലെ ചാമ്പ്യന്മാരായ എറണാകുളം കോതമംഗലത്തുള്ള മാർബേസിൽ സ്കൂൾ ആണ്. സ്കൂളിന്റെ ടീച്ചർ ഷിബി ടീച്ചർ, ഒപ്പം അവരുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വാമപ്പ് ചെയ്യുന്നുണ്ട്. ടീച്ചറിലേക്ക് പോകാം. ടീച്ചർ, കഴിഞ്ഞ തവണ വലിയൊരു വാശിയേറിയ ഒരു പോരാട്ടത്തിനൊടുവിൽ പറളി സ്കൂളിനെ തോൽപ്പിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തി. എറണാകുളം ജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻ പട്ടം നേടിക്കൊടുക്കുന്നതിലും നിങ്ങൾ വലിയ പങ്കുവഹിച്ചു. ഇത്തവണത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇത്തവണയും താർക്കോ? തീർച്ചയായിട്ടും വളരെ നല്ല പ്രതീക്ഷയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അതേ ടീം തന്നെ നമ്മൾക്ക് ഈ വർഷവുമുണ്ട്. ദേശീയ താരങ്ങളും അന്തർദേശീയ താരങ്ങളും നമ്മുടെ സ്കൂളിനോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് പ്രതീക്ഷയുണ്ട്. എന്നാലും അവസാനം വരെ നോക്കി നിൽക്കേണ്ട വരും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ. കഴിഞ്ഞ വർഷത്തെ മെയിൻ താരങ്ങൾ തന്നെ ബിബിന്, അമല്, ശ്രീഹരി, അനുമോള്, ദിവ്യ, അഭിഷേക്, അവർ മെയിൻ താരങ്ങൾ. പിന്നെ സബ് ജൂനിയർ നമുക്ക് നേരിൽ കാണാം. ഈ കിരീടം നിലനിർത്താനായിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വളരെ ഒരു കഠിനമായ ഒരു പരിശ്രമം ഇത്തവണയും സ്വാഭാവികമായിട്ടും നടത്തിയിട്ടുണ്ടാകും. എന്നാലും പ്രത്യേകമായിട്ട് കഴിഞ്ഞ തവണ ഇപ്പോൾ കിരീടം നഷ്ടപ്പെട്ട കോതമംഗലം, സെന്റ് ജോർജ് കോതമംഗലം കുറച്ചുകൂടി ശക്തിയായി അവർ ചിലപ്പോൾ ഇത്തവണ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നേരിടാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ്? നമ്മൾ 99 മുതൽ ഒരേ ലെവലിലാണ് പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ വർഷത്തെ പോലെ ക്യാമ്പ് തുടങ്ങി, ഏപ്രിൽ ക്യാമ്പ് തുടങ്ങി കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുന്നു. നമുക്ക് പ്രത്യേകമായിട്ടൊന്നുമില്ല. നമ്മളെ സഹായിക്കുന്ന ഒത്തിരി ടീമുണ്ട്. ബസുലീസ് ബാവയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മുടെ സ്കൂൾ മുമ്പോട്ട് പോകുന്നത്. മാനേജ്മെൻറ്റ് ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ നമ്മളെ സഹായിക്കുന്ന ഒരു ആയുർവേദ ടീം തന്നെയുണ്ട്. ഡോക്ടേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ കുട്ടികളെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവരുടെയും സ്കൂളിൻ്റെ സഹകരണമുണ്ട്. കോച്ചസിൻ്റെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സഹകരണങ്ങളുണ്ടോട്ട് ഒത്തൊരുമയോട് കൂടിയാണ് നമുക്ക് ഈ പോയിന്റ് നിലനിർത്താൻ സാധിക്കുന്നത്. നിങ്ങൾ ബിബിൻ ഇത്തവണയും കഴിഞ്ഞ തവണ ട്രിപ്പിൾ ആയിരുന്നു. അല്ല, ഒരു സിൽവർ, 2 ഗോൾഡും 1 സിൽവർ. ഇത്തവണ എങ്ങനെ അതേ ഇനങ്ങളിൽ തന്നെയാണ് മത്സരിക്കുന്നത്? ഏതൊക്കെ ഇനങ്ങൾ? 800, 1500, 5000 3 മത്സരങ്ങളിലാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ റെക്കോർഡ് ഇട്ടിരുന്നു. ഇത്തവണ പുതിയ റെക്കോർഡ്, അതിന്റെ തന്നെ സമയം തിരുത്തി മാറ്റണമെന്നാണ് ആഗ്രഹം. ദൈവം അനുഗ്രഹിച്ചാൽ നടക്കും. ഇത് അവസാന സ്കൂൾ മീറ്റ് അല്ലേ? അപ്പോ പോകുമ്പോ അല്ലെങ്കിൽ ഈ സ്കൂൾ മീറ്റിനോട് വിട പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് അടിച്ചു പൊളിച്ച് തകർത്തിട്ട് പോകാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാവില്ലേ? ഉണ്ട്, ആഗ്രഹമുണ്ട്, നടക്കും. മറ്റുള്ളവരൊക്കെ മറ്റു പേരാണ്? അമൽ പേരാണ്. ഏതാണ്? ഷോർട്ട് സ്കൂൾ. ഓക്കെ. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? കഴിഞ്ഞ തവണ ഏത് മെഡൽ നേടിയിരുന്നില്ലേ? 1 ഗോൾഡ്, സിൽവർ. ഇത്തവണത്തെ 2 ഗോൾഡ് വിത്ത് റെക്കോർഡും മനസ്സിലുള്ളത്. നാളെ 8 മണിക്ക് ഈവന്റ് ഉണ്ട്. ഡിസ്ക്. ഓക്കെ, തീർച്ചയായും. ശ്രീഹരി, ഷോർട്ട് പുട്ട് ഹാമർ. കഴിഞ്ഞ കൊല്ലം സിൽവറും ബ്രോൺസും ആയിരുന്നു. ഈ കൊല്ലം ഹാമർ ത്രോ ആണ് ചെയ്യുന്നത്. റെക്കോർഡ് ഗോൾഡ് വരും. ഹാമർ മാത്രമാണ് ചെയ്യുന്നത്. മറ്റേ ഡിസ്കസ് അല്ല, ഷോർട്ട് പുട്ട് ചെയ്തില്ലായിരുന്നു. അത് കാലിനൊക്കെ ഇച്ചിരി വേദന ഉണ്ട്, ചെയ്തില്ലായിരുന്നു. സാർ, ഇപ്പോൾ കഴിഞ്ഞ തവണത്തിൽ പുതിയ ഏതെങ്കിലും താരങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടോ? പുതിയ താരങ്ങൾ എന്ന് പറയുന്നത് ഇത്തവണത്തെ സബ് ജൂനിയറിൽ നമുക്ക് 2 കുട്ടികളുണ്ട്. ഒന്ന് അബീഷ, പിന്നീട് ഐശ്വര്യ എന്ന് പറയുന്ന കുട്ടി. ഈ വർഷത്തെ കണ്ടെത്തലുകളാണ്. പിന്നെ അതോടൊപ്പം തന്നെ ജൂനിയർ ബോയ്സിൽ നമ്മുടെ അഭിഷേക് മാത്യു എന്ന് പറയുന്ന നമ്മുടെ ഇന്റർനാഷണൽ അത്ലറ്റ്, അവൻ ഈ വർഷം 400 മീറ്ററിലൂടെ മത്സരിക്കുന്നുണ്ട്. 3000 മീറ്ററിൽ നിന്ന് മാറി 400 മത്സരിക്കുന്നു. മൊത്തത്തിൽ 64 ഫൈനലുകളാണ് നമ്മുടെ ടീം ഇറങ്ങുന്നത്. 85 ഇവന്റുള്ള 64 ഫൈനലുകൾ ഇറങ്ങുന്നുണ്ട്. എല്ലാത്തിലും തന്നെ തിരക്കുള്ള നല്ല പ്രകടനം പ്രതീക്ഷിക്കുന്നു. ഒരു 8-9 സംസ്ഥാന റെക്കോർഡുകളടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു 80-നും 110-120 റേഞ്ച് പോയിന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത്തവണത്തെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ. മെഡലുകൾ ഒരു 15 സ്വർണത്തിന് മേളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, സാഹചര്യങ്ങളിൽ നമുക്ക് അനുകൂലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 മെഡൽ കൂടുതൽ, നമ്മൾ 15 ഗോൾഡിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പോയിന്റുകൾ കിട്ടുന്ന ആശംസകളുണ്ട്. വലിയൊരു ടീമുമായിട്ടാണ് ഇത്തവണയും മാർബേസിൽ സ്കൂൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ കഴിഞ്ഞ തവണ അവർക്ക് പോയിന്റുകൾ വാരിക്കൂട്ടിയ, മെഡലുകൾ വാരിക്കൂട്ടിയ താരങ്ങൾ തന്നെ ഇത്തവണയും എത്തിയിട്ടുണ്ട്. അനുമോൾ തമ്പി, ബിബിൻ ജോർജ് തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു മുന്നേറ്റം തന്നെ ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 91 പോയിന്റ് ആയിരുന്നു മാർബേസിൽ. 86 പോയിന്റുമായി പറളി സ്കൂൾ, തൊട്ടുപിന്നിലുണ്ടായിരുന്ന പറളി സ്കൂളിനെ തോൽപ്പിച്ചുകൊണ്ടാണ് മാർബേസിൽ ഒന്നാം സ്ഥാനത്ത്. ഇത്തവണ 120 പോയിന്റ് എത്തുമെന്നാണ് മാർബേസിൽ സ്കൂളിലെ സാർ നമ്മോട് പറഞ്ഞത്. തീർച്ചയായും വലിയൊരു പ്രതീക്ഷ തന്നെ മാർബേസിൽ സ്കൂളിനുണ്ട്. ഇത്തവണയും കിരീടം നേടാമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് മാർബേസിൽ സ്കൂളുള്ളത്.